Hello everyone, welcome to XandY Learning. വാളിനേക്കാൾ മൂർച്ചയാണ് വാക്കുകൾക്ക്. അതുകൊണ്ട് തന്നെ വാക്കുകൾ ഇഴചേർത്ത് വെച്ച പുസ്തകങ്ങളുടെ വായന തന്നെയാണ് ഒരാളുടെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. ഒരു പുസ്തകം എന്ന് പറയുന്നത് നല്ലൊരു കൂട്ടുകാരന് തുല്യമാണ്. കാലം എത്ര മാറിയാലും അതിൻ്റെ വായനയുടെ രീതികൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചു എന്നല്ലാതെ വായനയുടെ പ്രാധാന്യം ഒരിക്കലും കുറയുന്നില്ല. നമുക്കറിയാം, നമ്മുടെ മുൻഗാമികളൊക്കെ ആയ ആളുകൾ അവർ തൊട്ടടുത്തുള്ള ലൈബ്രറികളിലാണ് ആശ്രയിച്ചിരുന്നത്. അവിടെ പത്രങ്ങളിലൂടെയും അവിടുന്ന് കിട്ടുന്ന പുസ്തകങ്ങളുടെ അറിവുകൾ പങ്കുവെച്ചുകൊണ്ടുമാണ് വായനയുടെ വിശാലമായ ലോകത്തേക്ക് അവർ കടന്നു കയറിയത്. കാലങ്ങൾ മാറിയപ്പോൾ വായനയുടെ രീതിയിൽ ലൈബ്രറികളിലുമൊക്കെ പ്രാധാന്യം കുറഞ്ഞുവെങ്കിലും വായനയുടെ രീതിയിൽ ചില മാറ്റങ്ങൾ വന്നെങ്കിലും ഇന്ന് നമുക്കറിയാം, ഇലക്ട്രോണിക് മീഡിയകൾ വഴി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി ഒരു ക്ലിക്കിൽ തന്നെ 1000 പുസ്തകങ്ങൾ വായിക്കുവാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നിടത്താണ് ഇന്നത്തെ ഈ ഒരു വായനാ ദിനത്തെ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ വായന കൊണ്ട് എന്താണ് ഉപകാരമെന്ന് പലപ്പോഴും നമ്മൾ നമ്മോട് തന്നെ ചോദിക്കാറുണ്ട്. വായിച്ചിട്ടിപ്പോൾ എന്ത് കിട്ടാനാ? ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന്, ഒരുപാട് അറിവുകൾക്കപ്പുറത്ത് ഒരുപാട് വിസ്ഡംസ് യഥാർത്ഥത്തിൽ വായനയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അറിവുകൾക്കപ്പുറത്തുള്ള തിരിച്ചറിവുകൾ, ജ്ഞാനമാണ് നമുക്ക് ഈ ഒരു വായനയിലൂടെ സ്വാംശീകരിക്കപ്പെടുന്നത്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നുള്ള പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ജവഹർലാൽ നെഹ്റു 1928 ഈ ഒരു പുസ്തകം തൻ്റെ മകൾക്ക് കത്തുകളായിട്ടാണ് ഒരുപാട് വായനയുടെ ലോകത്തേക്ക് അവരെ തുറന്നു വിടുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തെപ്പറ്റി, ഭൂമിയെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, ഹിസ്റ്ററിയെക്കുറിച്ച്, ഇവിടെയുള്ള ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെക്കുറിച്ചെല്ലാം തൻ്റെ മകൾക്ക് നൽകുന്ന അറിവുകൾ അദ്ദേഹം കത്തുകളായിട്ട് വായനയിലൂടെയാണ് മകൾ ഇന്ദിരയ്ക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. പിന്നീടാണ് അത് പുസ്തകമായി രൂപപ്പെടുന്നതും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കാര്യങ്ങളാണ് വായനയിലൂടെ അവർക്ക് ഭാവിയിൽ, ഒരുപക്ഷെ അന്ന് സ്വാതന്ത്ര്യം പോലും ലഭിക്കാതിരുന്ന കാലത്ത് തൻ്റെ മകളാണ് ഭാവിയിലെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയായി മാറുക എന്നുള്ളൊരു ദീർഘവീക്ഷണം പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാവാം അന്ന് അദ്ദേഹം ആ രൂപത്തിലെല്ലാം എഴുതി വെച്ചത്. വായന എങ്ങനെയെല്ലാം നമ്മളെ ഹെൽപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സയൻറ്റിഫിക്കായി ആലോചിക്കുകയാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ബ്രെയിനിൻ്റെ സർക്യൂട്ടുകളെയും കണക്ടിവിറ്റികളെയും സ്ട്രെങ്തൻ ചെയ്യിക്കുക എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഒന്നുള്ളത്, അല്ലേ? നമ്മുടെ തലച്ചോറിൽ ഒരുപാട് സർക്യൂട്ടുകളുണ്ട്. ഒരു പുസ്തകം നമുക്ക് ബ്ലൈൻഡ് ആയിക്കൊണ്ട് വായിക്കാൻ സാധ്യമല്ല. അവിടെ പുസ്തകങ്ങളിലെ ഡാറ്റകൾ അനലൈസ് ചെയ്യപ്പെടുന്നു, അതിലുള്ള സെൻറ്റൻസുകൾ, വാക്കുകൾ കൂട്ടിവെച്ച് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ മുൻപ് നമുക്കറിയുന്ന വിവരങ്ങളുമായിട്ട് അത് കണക്ട് ചെയ്യപ്പെടുമ്പോൾ അവിടെ നമ്മുടെ മെമ്മറി വർക്ക് ചെയ്യപ്പെടുന്നു. ഈ രൂപത്തിലെല്ലാം നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ വായന ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. മാത്രമല്ല, നല്ലൊരു വൊക്കാബുലറി നമുക്ക് അതിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഏതൊരു ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കറിയാം, നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ പറഞ്ഞ നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക് തൻ്റെ പദങ്ങൾ സ്വാഭാവികമായിട്ടും ഒരുപാട് അറിവുകളും പദങ്ങളും തൻ്റെ വൊക്കാബുലറി ആയിട്ട് അവിടെ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ അത് അവരുടെ വാക്കുകളിലൂടെ പുറത്തു വരും, അല്ലേ? നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരാളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയാൾ തീർച്ചയായിട്ടും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണെന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടെത്താറുണ്ട്. കാരണം എന്തേ എങ്കിൽ ആ വായനയിലൂടെയാണ് ആ പദങ്ങളും ആ സാഹിത്യവും എല്ലാം പലപ്പോഴായിട്ട് തൻ്റെ വാക്കുകളിലൂടെ എന്ത് ചെയ്യുന്നത്, മനോഹരമായിട്ട് പുറത്തു വരുന്നത്. വായന നമ്മുടെ ശരീരത്തിന് എന്ത് നൽകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് റെഡ്യൂസ് സ്ട്രെങ്ത് ആൻഡ് ഇൻക്രീസ് ഹാപ്പിനെസ് എന്നുള്ളതാണ്. നമ്മൾ സ്ട്രെസ്സുകളെ റെഡ്യൂസ് ചെയ്യാനും ഹാപ്പിനെസ് കൊണ്ടുവരാനും വായനയിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. കോവിഡിൻ്റെ സമയത്ത് ചില കണക്കുകൾ പറയപ്പെടുന്നത് 23% ലോക ജനസംഖ്യയിലെ ആളുകൾ സ്ട്രെസ്സിനുള്ള റിലീഫായിട്ട് കണ്ടെത്തിയത് വായനയെ ആയിരുന്നു എന്നാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞു പോയ അല്ലെങ്കിൽ വായിക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് ഇക്കിഗായ് എന്നുള്ളത്. നിങ്ങൾ എത്ര പേര് അത് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം അതിൻ്റെ കോപ്പികൾ നമുക്ക് അവൈലബിൾ ആണ്, അല്ലേ? ജപ്പാനിലെ ഒക്കിനാവ എന്ന് പറയപ്പെടുന്ന ഒരു ദ്വീപിലുള്ള ആളുകളുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്
83 ഇയേഴ്സാണ്. 83 വർഷത്തോളം അവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് പഠിക്കുന്നതിനും വേണ്ടിയിട്ട് അതിൻ്റെ ഓതേഴ്സ് നടത്തുന്ന ഒരുപാട് ഇൻ്റർവ്യൂകളിലൂടെയും അവിടെ വെച്ചുകൊണ്ട് അവർ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ട് നടത്തിയ സയൻറ്റിഫിക്കായ സ്റ്റഡീസിൻ്റെയും ഒരു പിന്നെ ഷോർട്ടാണ് യഥാർത്ഥത്തിൽ, സംഗ്രഹമാണ് യഥാർത്ഥത്തിൽ ആ ഒരു ബുക്കിലൂടെ നൽകുന്നത്. അപ്പോൾ അതിലൂടെ ആ ഒരു അറിവുകളിലൂടെ എങ്ങനെയാണ് അവർ ഏറ്റവും ഹാപ്പി ആയിട്ട് 83 വർഷം അല്ലെങ്കിൽ അതിലെ ഒരുപാട് ആളുകൾ 100 വർഷങ്ങൾക്കും അപ്പുറത്ത് ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളത് അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ഭക്ഷണ രീതികളെക്കുറിച്ചും അവർ ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസുകളെക്കുറിച്ചും അവരുടെ പിയർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള ആരോഗ്യത്തെക്കുറിച്ചുമെല്ലാം ആ പുസ്തകങ്ങളിലൂടെ പറയുന്നുണ്ട്. ഈ അറിവുകളെല്ലാം എങ്ങനെയാണ് നമുക്ക് എത്തി നൽകുന്നത്? തീർച്ചയായിട്ടും അത് വായിക്കുന്നതിലൂടെ തന്നെയാണ്. ആ കാര്യങ്ങളെല്ലാം നമ്മുടെ സ്ട്രെസ്സുകൾ റെഡ്യൂസ് ചെയ്യുവാനും അതിലൂടെ ഹാപ്പിനെസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനും വായനയിലൂടെ തീർച്ചയായിട്ടും ഇത്തരം പുസ്തകങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നത് അറിവായി നമുക്ക് ലഭിക്കും. എല്ലായ്പ്പോഴും നമ്മൾ പറയുന്ന ഒരു സംഗതിയാണ് അല്ലേ, ഇങ്ങനെയുള്ള വായനാ ദിനങ്ങളെല്ലാം വരുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ പ്രാധാന്യവും എല്ലാം പറയപ്പെടുമ്പോൾ എങ്ങനെയെങ്കിലും പുസ്തകം വായിക്കുന്ന ഒരാളായി എനിക്ക് മാറണമെന്ന് പലപ്പോഴും നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്, നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടാറുണ്ട്. അതിൽ ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്നും തുടങ്ങുക എന്നുള്ളതാണ്. അത് ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. കുഞ്ഞുമായിട്ടുള്ള വളരെ ചെറിയായിട്ടുള്ള കഥകൾ വായിച്ചുകൊണ്ട്, ഷോർട്ട് സ്റ്റോറീസുകൾ വായിച്ചുകൊണ്ട് നമ്മുടെ വായനയെ ഒന്ന് തുടങ്ങി വെക്കാൻ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നമുക്ക് സാധിക്കും. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള, അത് നമുക്ക് കുട്ടികളാണെങ്കിൽ ഉറൂബിൻ്റെ അല്ലെങ്കിൽ നന്ദനാരുടെയൊക്കെ ഒരുപാട് ചെറിയ കഥകൾ നമുക്ക് പുസ്തകങ്ങളായിട്ട് അവൈലബിൾ ആണ്. ആ കഥകളിലൂടെ നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ വളരെ രസകരമായിട്ടുള്ള കവിതകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതിലൂടെ എന്ത് ചെയ്യാം, നമ്മുടെ വായനയെ ആരംഭിക്കാം. അങ്ങനെ എല്ലാം ചെറിയ ഒരു ദിവസത്തിൽ നിന്നും ഒരു 10 മിനിറ്റ് എന്ത് ചെയ്യാം, 24 മണിക്കൂറിൽ നിന്നും മാറ്റിവെച്ച് അത് നമ്മൾ എല്ലാ ദിവസവും 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ വായനയായി തുടർന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വായനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പുതിയ ചില തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ വായനാ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇനി മുതൽ എല്ലാ ദിവസവും ഒരല്പ കാര്യങ്ങൾക്ക് എങ്കിലും, അത് പുസ്തകങ്ങളായിട്ടോ അതല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെയായിട്ടോ ഉപകാരപ്രദമായിട്ടുള്ള ചില അറിവുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, നേടിയെടുക്കേണ്ടത്. നമ്മൾ എന്ന് പുസ്തകങ്ങൾ ഷെൽഫിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾക്കായി ഇറങ്ങി പുറപ്പെട്ടുവോ അന്നു മുതൽ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവങ്ങളിലടക്കം, നമ്മുടെ കുട്ടികളിലെ സ്വഭാവങ്ങളിലടക്കം വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ച പല രക്ഷിതാക്കളുടെയും ഉറക്കം കെടുത്തുന്ന ഒരു സംഗതി തന്നെയായിരുന്നു അല്ലേ. ഒരു വ്യക്തി വന്ന് ആയിരക്കണക്കിന് കുട്ടികളുടെ മുമ്പിൽ വളരെ ആഭാസകരമായ രൂപത്തിൽ പാട്ടൊക്കെ പാടി കുട്ടികൾ അത് ഏറ്റുപാടുമ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ മക്കളുടെ സ്വഭാവങ്ങൾ വഴിതെറ്റിപ്പോകുന്നത് എന്ന് ഏതൊരു പാരൻറ്റും സ്വാഭാവികമായിട്ടും ആലോചിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നല്ല വായനയുടെ അല്ലെങ്കിൽ നല്ല ചിന്തയുടെ കുറവ് തന്നെയാണ് വിദ്യാർത്ഥികളിൽ അവിടെ ഏറ്റവും പ്രകടമായി മാറുന്നത്. അതിനെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് ഇട്ട ഒരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ആൾതാമസമില്ലാത്ത എത്രയെത്ര തലകളാണ് ഒരു തൊപ്പിക്കായി കാത്തു നിൽക്കുന്നത്, കഷ്ടം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു വായനാ ദിനത്തോട് തുടർന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നല്ല അറിവുകളും നല്ല ചിന്തകളും തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്